നോക്കൂ, വിധി ഇപ്പൊ 8ാം പ്രതിയായ ദിലീപിനെ വെറുതെ വിട്ടു എന്ന് പറഞ്ഞുകൊണ്ട് എനിക്ക് ഇപ്പൊ റിയാക്ഷൻ ചെയ്യാൻ പറ്റില്ല. എന്ന് വെച്ചാൽ ഈ വിധിയിൽ ഏത് രീതിയിലാണ് ജഡ്ജ് ഹണി വർഗീസ് എന്ത് കാരണങ്ങൾ കൊടുത്താണ് ദിലീപിനെ കുറ്റവിമുക്തനാക്കിയെന്ന് നമ്മൾ അറിയേണ്ടതുണ്ട്. എന്നുവെച്ചാൽ ഇപ്പോ നമ്മൾ എല്ലാവരും ആദ്യമേ പറയുന്ന കാര്യം, ഈ പ്രോസിക്യൂഷന്റെ കേസിൽ പല ഗ്യാപ്പുകൾ ഉണ്ടായിരുന്ന കേസിൽ ആ ഗ്യാപ്പെല്ലാം ഫില്ല് ചെയ്ത് ബാലചന്ദ്രകുമാർ എന്നൊരു വിറ്റ്നസ് വന്നപ്പോഴാണ്. അപ്പൊ ഈ ജഡ്ജ്മെന്റിൽ ബാലചന്ദ്രകുമാർ എന്നൊരു വിറ്റ്നസിനെ എങ്ങനെയാണ് ഈ ജഡ്ജ് തള്ളി പറഞ്ഞത്, അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ വിറ്റ്നസിനെ ഫുള്ളായി ഉൾക്കൊള്ളാതിരുന്നു ഈ ജഡ്ജ്മെന്റിൽ, ഇതെല്ലാം അറിയേണ്ടതുണ്ട്. പക്ഷെ ഇപ്പൊ തീർച്ചയായും ഇതൊരു വളരെ ഡിസപ്പോയിന്റിംഗ് ആയിട്ട് ഒരു ജഡ്ജ്മെന്റ് തന്നെയാണ്. ഈ അതിജീവിതയുടെ കുടുംബത്തിൽ ഒരാളോട് സംസാരിച്ചപ്പോൾ അവർ പറഞ്ഞു അവര് തൽക്കാലം ഇത് കോപ്പി ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഈ ജഡ്ജ്മെന്റിനോടെന്ന്. പക്ഷെ അവർ ആദ്യം മുതലേ വ്യക്തമാക്കിയ ഒരു കാര്യം, അവർ ഹൈക്കോർട്ടിലും സുപ്രീം കോർട്ടിലും ഈ ജഡ്ജ്മെന്റ് അവർക്ക് എതിരെയാണെങ്കിൽ, അല്ലെങ്കിൽ ഈ കോൺസ്പിറസി പ്രൂവ് ചെയ്യാൻ പറ്റിയില്ല എന്ന് ഈ ജഡ്ജി പറയുകയാണെങ്കിൽ തീർച്ചയായും അവർ ഹൈക്കോർട്ടിലും സുപ്രീം കോടതിയിലും പോകും എന്ന തീരുമാനം അവർ എടുത്തതാണ്. അതുകൊണ്ട് അവരും കൂടി എങ്ങനെ റിയാക്ട് ചെയ്യുമെന്ന് നമ്മൾ കാത്തിരിക്കുകയാണ്. ഇതൊരു വലിയൊരു തിരിച്ചടി തന്നെയാണ് പ്രോസിക്യൂഷനും പോലീസിനും ഈ സർവൈവർ. ഇതിനകത്തൊരു കാര്യമുള്ളത് ഇപ്പം ഒരു ഗൂഢാലോചന തെളിയിക്കുക എന്ന് വെച്ചാൽ അതിന് മോട്ടീവ് തെളിയിക്കുക പ്രധാനമാണല്ലോ. മോട്ടീവിലേക്ക് വിരൽ ചൂണ്ടുന്ന വഴികളായിരുന്നു ബിന്ദു പണിക്കരുടെ മൊഴി, അല്ലെങ്കിൽ കാവ്യ മാധവന്റെ മൊഴി, സിദ്ദിഖിന്റെ മൊഴി, ഇടവേള ബാബുവിന്റെ മൊഴി, ഭാമയുടെ മൊഴി. ഇതെല്ലാം ഇവർക്കിടയിൽ വൈരാഗ്യമുണ്ടെന്ന് സ്ഥാപിക്കാൻ കഴിയുന്ന മൊഴികളായിരുന്നു. അവയെല്ലാം അട്ടിമറിക്കപ്പെട്ടല്ലോ. എന്ന് വെച്ചാൽ ദിലീപിന് ഇതിൽ താല്പര്യമുണ്ടായിരുന്നു എന്ന് സ്ഥാപിക്കാൻ കഴിയുന്ന വഴികളൊക്കെ മുറിഞ്ഞു പോയില്ലേ? അപ്പൊ പിന്നെ സ്വാഭാവികമല്ലേ ഈ വിധി? അങ്ങനെ കാണാമോ? നോക്കൂ, ഇതില് 3 പ്രധാന ചോദ്യങ്ങളുണ്ടല്ലേ. ഒന്ന്, എന്താണ് മോട്ടീവ്? 2, കോൺസ്പിറസിക്ക് ദിലീപാണോ പൾസോനിയെ ഹയർ ചെയ്തത്? 3, പൈസ കൊടുത്തോ എന്ന്. ഈ ആദ്യത്തെ കാര്യത്തിൽ നിങ്ങൾ പറഞ്ഞ ഈ മോട്ടീവ് എന്ന കാര്യത്തിൽ മഞ്ജു വാര്യരും ഗീതു മോഹൻദാസും ഒഴികെ ബാക്കി ആരും തന്നെ കോടതിയിൽ പോയി ഈ മോട്ടീവിൽ സംസാരിച്ചിട്ടില്ല എന്ന് മാത്രമല്ല, അവർ പറഞ്ഞതിന്റെ നേരെ വിപരീത കാര്യങ്ങളാണ് കോടതിയിൽ പറഞ്ഞത്. അതിലുൾപ്പെടുന്ന പേരുകളാണ് ഈ സിദ്ദിഖും ഭാമയും ഇടവേള ബാബു, പിന്നെ ഒരു ഷൈൻ എന്ന് പറയുന്ന പ്രൊഡക്ഷൻ മാനേജർ, ഇങ്ങനെ പലരും. മുകേഷ് എന്ന് പറയുന്ന ആക്ടർ, ഇപ്പോഴത്തെ CPIM MLA, അദ്ദേഹത്തിന്റെ ഡ്രൈവറായി സുനി വർക്ക് ചെയ്തിട്ടുള്ളതാണ്. അദ്ദേഹം കോടതിയിൽ ഇത് സത്യമാണെന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ 2-3 സെറ്റുകളിൽ മുകേഷിന്റെ കൂടെ ദിലീപും ഉണ്ടായിരുന്ന സമയത്ത് സുനി അവിടെ ഉണ്ടായിരുന്നു എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം ഓർമ്മയില്ല എന്നാണ് പറഞ്ഞത്. അതായത് പകുതി ഹോസ്റ്റൈൽ ആവുകയും പകുതി അല്ലാതാവുകയും ചെയ്ത അവസ്ഥയാണ്. അതുകൊണ്ട് തീർച്ചയായും മോട്ടീവ് കണ്ടുപിടിക്കുന്ന കാര്യത്തിൽ, അല്ലെങ്കിൽ മോട്ടീവ് പ്രൂവ് ചെയ്യുന്ന കാര്യത്തിൽ ദിലീപിന്റെ എക്സ് വൈഫും അവരുടെ ഫ്രണ്ടും അല്ലാതെ ആരും തന്നെ കോടതിയിൽ കൃത്യമായി അതിനെക്കുറിച്ച് സംസാരിച്ചിട്ടില്ല. അതിജീവിത സംസാരിച്ചു, ഓഫ്കോഴ്സ്. അതിജീവിതയും മഞ്ജു വാര്യരും ഗീതു മോഹൻദാസും മാത്രമാണ് അതിനെക്കുറിച്ച് സംസാരിച്ചത്. എനിക്കൊന്ന് രണ്ടാമത്തെ കാര്യം, അതായത് ഈ കോൺസ്പിറസി ദിലീപ് പൾസോനിയെ ബന്ധപ്പെട്ടിരുന്നു, അവർ എത്രത്തോളം സംസാരിച്ചു, അവരെങ്ങനെയാണ് പ്ലാൻ ചെയ്തത്, അതാണ് എനിക്ക് തോന്നുന്നു മിക്കവാറും ഈ ജഡ്ജ്മെന്റിൽ പ്രോസിക്യൂഷൻ പ്രൂവ് ചെയ്യാൻ പറ്റാതെ പോയത്. എന്നാൽ 4-5 സ്ഥലങ്ങളിൽ ഇവർ കണ്ടു എന്നാണ് പ്രോസിക്യൂഷന്റെ കേസ്. ഇവരെ ഒരുമിച്ച് ഒരു സ്ഥലത്ത് കണ്ടു എന്ന് പറഞ്ഞിരിക്കുന്ന ഒരേ ഒരു വ്യക്തി ബാലചന്ദ്രകുമാറാണ്. അതുകൊണ്ട് ആ ഒരു എവിഡൻസ് എങ്ങനെയാണ് കോടതി കരുതിയത് നമുക്കറിയില്ല, കോടതി എങ്ങനെയാണ് അതിനെ നോക്കിയിരിക്കുന്നതെന്ന്. പക്ഷെ എനിക്ക് അറിയാവുന്ന ഒരു കാര്യം, ഈ വിധി ഇങ്ങനെ വന്നതുകൊണ്ട് ഈ ഒരു ഫൈറ്റ് ഈ സർവൈവർക്ക് ഇവിടെ അവസാനിക്കുന്നില്ല. അവർ തീർച്ചയായും ഇത് വേറെ കോടതികളിലേക്ക്, ഹയർ കോർട്സിലേക്ക് കൊണ്ടുപോകും. അത് മാത്രമല്ല, അവർ ഉന്നയിക്കാൻ പോകുന്ന ചോദ്യം, ഈ മെമ്മറി കാർഡ്, അതായത് ഈ കോടതിയിൽ നിന്നും മെമ്മറി കാർഡ് ഇല്ലീഗലി ആക്സസ് ആയി എന്ന് അവർ പല പ്രാവശ്യം പറഞ്ഞിട്ടും എന്തുകൊണ്ട് കോടതിയിൽ നിന്ന് ന്യായം കിട്ടിയില്ല എന്നൊരു ചോദ്യം കൂടി ഇനി വളരെ സ്ട്രോങ് ആയി ഈ സർവൈവർ ഉന്നയിക്കുമെന്നാണ് എനിക്ക് തോന്നുന്നത്. ഒറ്റ കാര്യം കൂടി ചോദിച്ചോട്ടെ ധന്യ, അതായത് ഈ കേസിനകത്ത് ശരിയാണ് താങ്കൾ ചൂണ്ടിക്കാണിച്ചതുപോലെയും നമുക്ക് പൊതുവിൽ കാണാൻ കഴിയുന്ന കുറേ ഗ്യാപ്പുണ്ട്, അത് അവിടെ ഗ്യാപ്സ് കാണാവുന്നതാണ്. അതിനപ്പുറം ഈ കേസിനകത്ത് ത്രൂ ഔട്ട് ഒരുതരം സുഖകരമല്ലാത്ത സമീപനം കോർട്ടിന്റെ ഭാഗത്തു നിന്നുണ്ടായിട്ടുണ്ട് എന്നത് നമ്മൾ ഇതിൽ കൂടെ രേഖപ്പെടുത്തേണ്ട, മാർക്ക് ചെയ്യേണ്ട ഒരു കാര്യമാണ്. അതെ, തീർച്ചയായും. അതായത് എനിക്കൊന്ന് ചരിത്രത്തിൽ ആദ്യമായിട്ടായിരിക്കും 7 പ്രാവശ്യമാണ് ഈ സർവൈവറും കേരള സ്റ്റേറ്റും പ്രോസിക്യൂഷനും ഹൈക്കോടതിയിലും സുപ്രീം കോടതിയിലും പോയിരിക്കുന്നത് ഈ ജഡ്ജിനെ മാറ്റിത്തരണം, ഈ ജഡ്ജ് ബയസ്ഡ് ആണെന്ന്. അത് മാത്രമല്ല, ഇത് ചരിത്രത്തിൽ ആദ്യമായിട്ടായിരിക്കും അക്യൂസ്ഡ് ആയ ഒരാളൊരു കത്ത് എഴുതുന്നത്. ദിലീപ് ഹലോ, ഓക്കെ ഞാൻ കേൾക്കുന്നു. ഇല്ല, ഇപ്പൊ ദിലീപ് കണ്ടുപിടിച്ചത് ഇത്രയും കാര്യങ്ങളെ 9 വർഷമായിട്ട് കണ്ടുപിടിച്ചോണ്ടിരിക്കുന്നത്. ദിലീപിന്റെ മുമ്പിലേക്ക് വീണ്ടും മയക്ക് വെച്ചെങ്കിലും അദ്ദേഹം ഈ ഗൂഢാലോചന നടത്തിയ ആളുകൾ, അദ്ദേഹം പറയാണ്
മഞ്ജു വാര്യർ തനിക്കെതിരായിട്ട് ഒരു സ്റ്റേറ്റ്മെന്റ് നടത്തി. തനിക്കെതിരായി നല്ല അദ്ദേഹം പറഞ്ഞത്, ഈ നടിയെ ആക്രമിച്ച കേസിലെ പ്രതിഷേധം രേഖപ്പെടുത്താൻ എറണാകുളത്തെ ടൗൺ ഹാളിന്റെ പരിസരത്ത് സിനിമാ താരങ്ങൾ ഒരു വൈകുന്നേര പരിപാടി സംഘടിപ്പിച്ചിരുന്നു. ആ പരിപാടിയിൽ മഞ്ജു വാര്യരാണ് ആദ്യമായി ഇതൊരു ഗൂഢാലോചന നടന്നിട്ടുണ്ടെന്നും ഇതിന് പിന്നിൽ ചില കേന്ദ്രങ്ങളുണ്ട് എന്നും പറയുന്നത്. അതാണ് ഈ കേസിന്റെ അന്വേഷണത്തിലേക്ക്, വിപുലമായ അന്വേഷണത്തിലേക്ക് പോകുന്നത് നമുക്കറിയാം. ഇന്നിപ്പോൾ ദിലീപ് ഈ കേസ് കഴിയുമ്പോൾ മാധ്യമങ്ങളോട്